ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഈ വർഷം കർക്കിടക മാസം പിറക്കുന്നത് 2024 ജൂലൈ മാസം 16-ാം തീയതി പകൽ 11:19 ആണ്. പക്ഷേ അന്ന് രാമായണ പാരായണം രാവിലെ തന്നെ ആരംഭിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം രാമായണം എപ്പോഴും പാരായണം ചെയ്യാൻ പറ്റിയ ഒരു മഹത് കാവ്യമാണ്. 11:20 സൂര്യൻ മിഥുന രാശിയിൽ നിന്ന് കർക്കടക രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കർക്കിടക മാസം പിറക്കുന്നത്. സംക്രമ ദിനമായി ഈ ദിവസത്തെ എടുക്കാവുന്നതുമാണ്. കാലത്ത് തന്നെ പാരായണം ചെയ്യാം, വൈകുന്നേരം പാരായണം ചെയ്യാം. അതും ഓരോരുത്തരുടെയും താല്പര്യമായിട്ട് ചെയ്യാവുന്നതാണ്. എന്തു തന്നെയായിരുന്നാലും ആധ്യാത്മ രാമായണം കേരളീയ പൈതൃകത്തിലെ അക്ഷയമായ പുണ്യമാകുന്നു. ആ മഹനീയ കാവ്യം പാരായണം ചെയ്യുന്നതിലൂടെ ഏതൊരു മനസ്സും ആധ്യാത്മിക വിശുദ്ധിയുടെ അത്യുന്നത മേഖലകളിലെത്തുകയും ബ്രഹ്മാനന്ദ സദൃശ്യമായ അലൗകികമായ സുഖം നുകരുകയും ചെയ്യുന്നു. ഭാഷാ സാഹിത്യത്തിൻ്റെ പിതാവും കേരളീയരുടെ അക്ഷരഗുരുവുമായ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കരങ്ങളാൽ മലയാളത്തിൽ രചിക്കപ്പെട്ടതാണ് ആധ്യാത്മ രാമായണം. ആധ്യാത്മതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആധ്യാത്മ രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. രാമായണം ആരംഭിക്കുന്നത് ബാലകാണ്ഡം എന്ന് പറയുന്ന കാണ്ഡത്തിലൂടെയാണല്ലോ. 6 കാണ്ഡങ്ങളാണല്ലോ ഉള്ളത്. അതിൽ ബാലകാണ്ഡമാണ് പ്രാരംഭം. ഇഷ്ടദേവതയെ സ്തുതിച്ചുകൊണ്ടാണ് ബാലകാണ്ഡം ആരംഭിക്കുന്നത്. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ
ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണു ജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നു തപോധനൻ വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ നാൻമറ നേരായ രാമായണം ചമയ്ക്കയ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മാമുനി തന്മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നിന് രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മമകെ മനസി വാണിടുവൻ വന്ദിക്കുന്നേ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും
വാരിജരാരാധി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണോ. കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാം സുസഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേനാധാരം നാനാജഗന്മയനാം ഭഗവാനും. വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരിക്കണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതവേദോജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദവേദാംഗവേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തതനു സ്വാഹാപതി വരദൻ പിതൃപതി നിർവൃതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രഥമഭൂതപതി സുതിവാക്യാത്മാദിനപതി ഖേടനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമ സദം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരവിരഞ്ജ വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതായ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണേടിനാൾ. വണേടുകവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദേകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മങ്ങൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധ ജന്മം കൊണ്ടേ. ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൽ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം
ബുദ്ധിമത്തുക്കളായൊരു കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാദിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാതീന്ദ്രവീരൻ ദശരഥ തനയനുമായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രവചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. കൈലാസലെ സൂര്യകോടി ശോഭിതേ വിമലാലയെ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നിലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമൂൽ സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബദ്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലമന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതീ ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല
ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയോ ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിത്തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനാജനവ്യനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശ്വരൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസം വൃതം ആകമൂലം സീതാരാഘവമരുൾ സോനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തി കണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു. സത്തമാത്രാത്മാ സകലേശനവ്യയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ഏകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനേ. തന്മായ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറു ഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലുമുണ്ടല്ലോ എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വമറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ
ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടോ. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ. ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാനന്ദം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ തന്മുൾമൂല പ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടോ വിശ്വാമിത്രനോടും കൂടെയെഴുന്നള്ളിയ കാലം ക്രുധയായോടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ഭുക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായൊരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു. മുപ്പര വൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരും നേരം മുൽബുക്കുതടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ. ദാതനും അഭിഷേകത്തിനാരംഭിച്ചാലതു മാതാവ് കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലോ. താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാര മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ
പുക്കിതു പഞ്ചവടിതത്ര വാണിടുങ്കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൾ, മായയാ പൊന്മാനായി വന്ന മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൈകടി കൊടുത്തപ്പോൾ. മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ടകബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷതനവളുടെ പൂജയും കൈക്കൊണ്ടത. മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി. മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. ഇതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതു ബന്ധനം. ലങ്കാമർദ്ദനുവിന് ശേഷം പുത്രമിത്രമാത്യഭൃത്താദികളോടും കൂടി യുദ്ധതന്നത്തിനായ ശത്രുവാം ദശാത്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. ഭാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജനായിരുന്നരുളിടനാം യാചനാരായണൻ. ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു. നൂലനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യനേകനാനന്ദാത്മകനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വദ്ഭൃംഗരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ. നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തുജീകയിൽ ഒരു നാളും നിർമ്മല പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതുതാനെന്നു തോന്നിക്കുന്നു. തന്മായ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കന്ധലോചനൻ തത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നതും ജീവാത്മാവറികളോ തേജോരൂപിണിയാകുമെന്നുടെ ഭയതങ്ങൾ വ്യാജഭംഗി നിഴലിക്കുന്നു.
കവിത ഓരോരോ ജലാശയ കേവലം ആകാശം നിരനീ കാൺമീളയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാദിമഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്തിൽ മദ്ഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു 1000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മദ്ഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ലിതിന്മീതെയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപകരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന ഭുമാ മുക്തനായി വരുമൊരു സംശയമില്ലനാഥേ ബ്രഹ്മഹത്യാദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാകിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കട പ്രവരനോടെന്നതു സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീധനഹാരി ഭാവി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്തായോഗി വൃന്ദാപകാരി സുവർണത്തെ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതോ ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടൊതുങ്ങിയിടും ഭക്തിപൂർവമരുൾ ചെയ്തിതു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാമുഖ പരമേശ്വര ദയാനിധേ പന്മക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ തന്നവായതു മോഹമൊക്കെ നിന്നനുഗ്രഹ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോൻകളിതമാവൂണും പാനം ചെയ്താലോ എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയില്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളോർ കഥാർത്ഥവും ഉണ്ടായി വരാം
കിമൃതന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാം. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദാസവം ചെയ്തു ചന്ദ്രശേഖരൻ വരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു വേദാവുശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖനിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാം പുരാം. അധ്യാത്മരാമായണമെന്ന പേരിതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമെതെങ്കിലും കേട്ടാലും പങ്ക്തി കന്ധര മുഖരാക്ഷസവീരന്മാര സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമി ദേവി ഗോരൂപം കൊണ്ടു ദേവതാപസഗണത്തോടും സരസാനുലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ച വേദാവും മൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നെ മറ്റൊരു കഴിവില്ല. താരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തന്നെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു. ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നേടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മുഗ്ധന്മാരായുള്ളോരു സിദ്ധയോഗാദികളാലും ദുർദജമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിതസുന്ദരനാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹരമിന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം തൽസേവിതം മേരുസന്നിഭകിരീടോദ്യുൽകുണ്ഡലമുക്താഹാര കേയൂരാംഗത കടകടിസൂത്രവലയാങ്കുലീയകാദ്യഖില വിഭൂഷണ കലിത കലേവരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൽ പരമാനന്ദമൂർത്തേ
ഭഗവൻ ജയ ജയ. മോക്ഷഗാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദംബുജം നിത്യവും നമോസ്തുതേ. സകല ജഗൽപദേ നിത്യ നിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാദ്വയമേകും നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാനയജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജ ദ്വന്ദ്വമന്തികേ കാണായി വന്നതെനിക്കു ഭാഗ്യമജൽ. സത്വജിത്തന്മാരായ താപശ്രേഷ്ഠന്മാരൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. സംസാരമായ പരിതപ്ത മാനസന്മാരം പുംസം തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതി നിധേ പെരുകെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണയുണ്ടാവാനായി തരിക വരുന്നധ കരുണാകര ശരണം ദേവ രമാരമണധരപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമപരമാത്മൻ പരബ്രഹ്മാഖ്യാ ജയ. പരിജന്മയ പരാപരപത്മാക്ഷ ജയ. വരദനാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി തുതി ചെയ്തോരു നേരം മധുരതരമതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കുഴറ്റോടെ വരുവൻ മൂലമതു ചൊല്ലുകന്നതു കേട്ടു സരസേരുഹഭവനെ വണ്ണമുണർത്തിച്ചു നിൻ തിരുവടി ഉള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം നാഥ. പൗലസ്ത്യതനയനം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചതു മിക്കതും ജഗൽപദേ. മന്ദത്തവബലേ ദർപ്പനായിട്ടതി നിർദ്ദയം മുടിക്കുന്നുവായി വിശ്വത്തെയല്ല മയ്യോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനെ ഗജാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു ആകശാസനവും ചെയ്തിടിനാന്തജാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയെല്ലാം യോഗീന്ദ്രന്മാരാമുടിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജഗൽപദേ.
നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിനു മധുരിപോ എന്തളേരടീണ ചിന്തിക്കായി വരണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിരുവരം സുപ്രസന്നേന മയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമദ്യൈവമേ. കശ്യപൻ ദശരഥനാംന രാജന്യേന്ദ്രനായി കാശഭീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. സസ്യ വല്ലഭയാ കുമദരി കൗസല്യയും സസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ജൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലേ വന്നു കുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയുണ്ടായി വരുമാതിദേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവം നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആതി തീർന്നതു നേരമാതിനായകൾ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി കൊണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്ത. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. താനാവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചേണം വാസരാധീശ്വരാന്വയേ സാദരമയോധ്യയിൽ. വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി. ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കേണം. മാനിയാം ദാസന ഭൃത്യന്മാരാകും. മാനിയാം ദശാനന ഭൃത്യന്മാരാകും. യാതുധാന വീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരിഗുഹദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ സൂത്രമാദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയോ മസ്താന്താപമതി സ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി സദസദോ മാനുഷ ഹരിസമകേ വിക്രമത്തോടെ പർവവൃക്ഷോപലയോധാദികളായുന്നത പർവ്വത തുല്യശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷ്യമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ.
അമിത ഗുണവാനം ദ്രപതി ദശരഥനമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളാമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാം ദുജദ്വയം വന്ദനം ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സിനൊരപതേ. വൈകാതെ വരുത്തണമൃശ്യ ശൃംഗനേ ഇപ്പോൾ ചെയ്ക നീ ഗുണവിധേ പുത്ര കാമേഷ്ടി കർമ്മം. അപ്പൊ ആദ്യത്തെ ഈ ബാലകാണ്ഡത്തില് നമ്മൾ ഈ പുത്രകാമേഷ്ടി ആരംഭം വരെയാണ് പാരായണം ചെയ്യുന്നത്. അതിൻ്റെ തുടക്കത്തിൽ, ഈ കഥേൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഈ രാക്ഷസന്മാരുടെ ദുഷ്ടപ്രവർത്തികളാൽ, ഇപ്പം ധാരാളം രാക്ഷസന്മാർ ഈ ദുഷ്ടപ്രവർത്തികളെല്ലാം ചെയ്തപ്പോൾ ഭൂമിക്ക് ഒരുപാട് ഭാരം വർദ്ധിക്കുകയാണ്. ഈ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ, പശുവിൻ്റെ ഒരു ഗോരൂപത്തിൽ ബ്രഹ്മലോകത്തേക്ക് പോകാൻ തയ്യാറെടുക്കണം. അപ്പോൾ ഈ ഭൂമിഭാരം എന്ന് പറഞ്ഞാൽ ഈ സന്യാസി ശ്രേഷ്ഠന്മാരെയെല്ലാം താപസന്മാരെയെല്ലാം ഈ രാക്ഷസന്മാർ വല്ലാതെ ഉപദ്രവിക്കുന്നു. അതേപോലെ തന്നെ ദേവലോകത്തേക്ക് ഉപദ്രവങ്ങൾ എത്തുന്നു. അതുകൊണ്ട് ഭൂമിദേവി ഗോരൂപത്തിൽ, പശുവിൻ്റെ രൂപത്തിൽ ഈ താപസ ഗണങ്ങളെയും അതേപോലെ തന്നെ മറ്റു ദേവതകളും എല്ലാം ഒരുമിച്ച് ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാദേവനോട് പറയുകയാണ്. കാരണം ഭൂമിയിൽ എനിക്ക് ഭൂമിഭാരം സഹിക്കാനാവുന്നില്ല, രാവണൻ എന്ന് പറയുന്നതായിരിക്കുന്ന വലിയൊരു രാക്ഷസനും മറ്റു ധാരാളം രാക്ഷസന്മാരെ കൊണ്ട് വലിയ ഉപദ്രവമായിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ സമയത്ത് ബ്രഹ്മദേവനാണല്ലോ ഈ രാവണൻ്റെ ഈ ധാരാളം വരങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ട ബ്രഹ്മദേവൻ പുരുഷസൂക്തം എന്ന് പറയുന്ന ദിവ്യമായിട്ടുള്ളൊരു മന്ത്രം ജപിച്ചു. ഈ സമയത്ത് വിഷ്ണു ഭഗവാൻ ബ്രഹ്മലോകത്ത് അവതരിക്കുകയാണ്. അവിടെ ദർശനം വന്നു, ബ്രഹ്മാവിന് ദർശനം നൽകി. എന്നുവെച്ചാൽ പുരുഷസൂക്തം അതാണ് നമ്മുടെ പ്രതിസന്ധിയിലാവുമ്പോൾ പുരുഷസൂക്തം എന്ന് പറയുന്ന ദിവ്യമന്ത്രം ജപിക്കുന്നതും അതേപോലെ പുരുഷസൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കുന്നതും നമ്മുടെ ദുരിതങ്ങൾക്ക് ശമനമാണ്. ബ്രഹ്മദേവന് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബ്രഹ്മദേവൻ ചെയ്തത് പുരുഷസൂക്തം ജപിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് മഹാവിഷ്ണു അല്ലെങ്കിൽ എന്ത് പ്രയാസത്തിലാണോ അകപ്പെട്ടത് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബ്രഹ്മദേവൻ്റെ മുമ്പിൽ അവിടെ പ്രത്യക്ഷനായി. അപ്പോൾ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് ഈ ഭൂമിദേവിയുടെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, എൻ്റെ ഒരു അവതാരത്തിന് സമയമായിരിക്കും. ഈ രാവണൻ ബ്രഹ്മദേവനെ ഒരുപാട് കാലത്തെ കഠിനമായ തപസ്സിലൂടെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഒരു വലിയ വരം നേടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മനുഷ്യനാൽ മാത്രമേ ഞാൻ മരിക്കാൻ പാടുള്ളൂ,
എന്നെ കൊല്ലാൻ വേറെ ആർക്കും, വേറെ ഒരു ശക്തിക്കും എന്നെ കൊല്ലാൻ കഴിയും. ദേവന്മാർക്കൊന്നും എന്നെ കൊല്ലാൻ പാടില്ല. വേറെ ഒരു ശക്തിയും എന്നെ കൊല്ലരുത്. എന്നെ കൊല്ലേണ്ടതാരാ? ഒരു മനുഷ്യനായിരിക്കണം. അതുകൊണ്ട് മനുഷ്യനാൽ മാത്രമേ ഞാൻ മരണപ്പെടാൻ പാടുള്ളൂ എന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞു. ദേവന്മാരാണല്ലോ. ഇപ്പോൾ കാട്ടാളന്മാർ, ഈ രാക്ഷസന്മാർ അതിശക്തമായിട്ട് കഠിനമായ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഈ തപസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ദേവന്മാർ തന്നെ അവർക്ക് പെട്ടെന്ന് വരം നൽകും. അപ്പോൾ അതേപോലെ കഠിനമായ തപസ്സിലൂടെ നേടിയെടുത്ത വരമാണ് ഈ മനുഷ്യനാൽ മാത്രമേ ഞാൻ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ വിഷയം ബ്രഹ്മദേവൻ ആരോട് പറയുന്നു? മഹാവിഷ്ണുവിനോട് പറയുന്നു. ഉടനെ മഹാവിഷ്ണു പറയുന്നു, ഞാൻ ഭൂമിയിൽ ഒരു നരനായി പിറക്കുവാൻ സമയമായി. അത് കശ്യപ മഹാരാജാവ്, പ്രജാപതികളിൽ ധാരാളം പ്രജാപതികളുണ്ടല്ലോ. എത്ര പ്രജാപതികളാണുള്ളതെന്നൊക്കെ പിന്നീട് നമുക്ക് നോക്കാം, പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ധാരാളം പ്രജാപതികളുണ്ട്. അതിൽ വളരെ വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു പ്രജാപതിയാണ് കശ്യപ പ്രജാപതി. ഇദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം വർഷങ്ങളായിട്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും സേവ ചെയ്യുകയുമാണ്. അപ്പോൾ മഹാവിഷ്ണു കശ്യപ പ്രജാപതിക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട്. എന്താ? ശരി, അങ്ങേക്ക് പുത്രനായി പിറന്നോളാം എന്നുള്ളത് സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ദർശനം നൽകിയിട്ട് പറയുകയാണ്. അപ്പോൾ അതിന് സമയമായി എന്ന് മഹാവിഷ്ണു പറയുകയാണ്. അങ്ങനെയാണ് കൗസല്യ ദേവിയുടെ പുത്രനായിട്ട് മഹാവിഷ്ണു അവതരിക്കുന്നത്. അപ്പോൾ അത് അവതരിക്കുന്നതിന് പുത്രകാമേഷ്ടി യാഗം ചെയ്തെങ്കിൽ അത് 2ാമത്തെ ദിവസമാണ് പുത്രകാമേഷ്ടി യാഗം. അപ്പോൾ ആ പുത്രകാമേഷ്ടി യാഗത്തിന് മുമ്പായിട്ട് ഭഗവാൻ പറയുകയാണ്, എന്ത്, ഞാനിങ്ങനെ അവിടെ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചോളാം, അത് കശ്യപ പ്രജാപതിക്ക് ഒരു മകനായിട്ട് അവിടെ ജനിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ബ്രഹ്മാവ് എന്നുവെച്ചാൽ ദേവേന്ദ്രനോടും മറ്റ് ദേവതകളോടെല്ലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇപ്പോൾ മഹാവിഷ്ണു അവിടെ ശ്രീരാമനായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രീരാമൻ്റെ ദാസന്മാരായിട്ട്, അദ്ദേഹത്തിൻ്റെ ദാസന്മാരായിട്ട് എവിടെ വേണം? ഭൂമിയിൽ വേണം. എങ്ങനെ വേണം? വാനരന്മാരായിട്ട് അവിടെ ജനിക്കണം. അപ്പോൾ ഇന്ദ്രനും അതേപോലെ മറ്റു ദേവതകളെല്ലാം വാനരന്മാരായി ഭൂമിയിൽ ജനിച്ചുകൊണ്ട് ശ്രീരാമന് ദാസവൃത്തി ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ദിവസം പാരായണം ചെയ്തതിലെ ഒരു എന്താ പറയുക, കഥയുടെ ഒരു ലഘുവായിട്ടുള്ള വിവരണം. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ അയിമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.